വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസം മഹാദുരന്തത്തിന്റെ പിടിയിലാണ്. കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിലും തുടർച്ചയായ ഉരുൾപൊട്ടലിലും അസം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെ 7 ലക്ഷത്തോളം പേർ ദുരിതത്തിലായിരിക്കുകയാണ്. നിരവധി പേർ ജീവൻ നഷ്ടപ്പെടുകയും അനേകം പേരെ കാണാതാവുകയും ചെയ്തിരിക്കുന്നു. 60ഓളം പേർ മരിച്ചിരിക്കുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഗ്രാമങ്ങൾക്ക് മുകളിലൂടെ പ്രളയജലം കുത്തിയൊഴുകുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഉറ്റവരെയും ഉടമസ്ഥതയിലുള്ള സകലതും ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 20ലധികം ജില്ലകളെ പ്രളയം രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. ബ്രഹ്മപുത്ര നദിയും അതിന്റെ പോഷക നദികളും അപകടരേഖയ്ക്ക് മുകളിലൂടെ കവിഞ്ഞൊഴുകുകയാണ്. മധ്യ അസാമിലെയും തെക്കൻ അസാമിലെയും താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ജനജീവിതം പൂർണ്ണമായും തകർന്നു. ചെറിയ കുട്ടികളും വയോധികരും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഭക്ഷണവും കുടിവെള്ളവുമില്ലാതെ വീടുകളുടെ മേൽക്കൂരകളിലും ഉയർന്ന പ്രദേശങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നത്. മലയോര മേഖലയായ ദിമാ ഹസോവ ജില്ലയാണ് ഉരുൾപൊട്ടൽ ഏറ്റവും വലിയ നാശം വിതച്ചത്. റോഡ്, റെയിൽവേ ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു. പലയിടങ്ങളിലും റെയിൽവേ ട്രാക്കുകൾ പ്രളയജലത്തിലും മണ്ണിലും ഒലിച്ചുപോയി. ഇതുമൂലം ബരാക് താഴ്വരയിലേക്കുള്ള ഗതാഗതവും ആശയവിനിമയ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യരെ മാത്രമല്ല, അസമിലെ ജൈവ വൈവിധ്യത്തെയും പ്രളയം കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ലോക പ്രശസ്തമായ കാസിരംഗ നാഷണൽ പാർക്കിന്റെ വലിയൊരു ഭാഗം വെള്ളത്തിനടിയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങൾ പ്രളയജലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉയർന്ന പ്രദേശങ്ങളിലേക്കും അടുത്ത ജനവാസ മേഖലയിലേക്കും ഓടിക്കയറുകയാണ്. ദുരന്ത മേഖലകളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. NDRF, SDRF, ഇന്ത്യൻ ആർമി, എയർഫോഴ്സ് എന്നിവയുടെ സംയുക്തമായ രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഒറ്റപ്പെട്ടുപോയ ഗ്രാമങ്ങളിൽ നിന്ന് ബോട്ടുകളിലും ഹെലികോപ്റ്ററുകളിലുമായി ആളുകളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. നൂറുകണക്കിന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെങ്കിലും അടിയന്തര വൈദ്യസഹായവും ഭക്ഷണ സാധനങ്ങളും എത്തിക്കുന്നത് വൻ വെല്ലുവിളിയായി തുടരുന്നു. വെള്ളക്കെട്ട് നീങ്ങാത്ത പ്രദേശങ്ങളിൽ പടർന്നുപിടിക്കാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികൾ തടയുക എന്നതാണ് ആരോഗ്യ വകുപ്പിന് മുന്നിലുള്ള പ്രധാന കടമ്പ.